എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്നറിയാം. ഇനിയും തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ കുഞ്ഞു ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം പ്ലീസ് എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വിടണേ. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശൈത്യത്തിൻ്റെ അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. മഴ കൂടുമ്പോൾ നമുക്ക് തണുപ്പും കൂടും. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മുടെ അവലൂസ് പൊടി. അതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 കിലോ അടുത്ത് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ട സാധനങ്ങൾ: 1 മുറി തേങ്ങ, മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി മുഴുവനും നമ്മളിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 ടീസ്പൂൺ എള്ള് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും സാധനങ്ങളും കൂടെ നമ്മുടെ ഈ അരിപ്പൊടിക്കകത്ത് ചേർക്കണം. കൂടാതെ പാകത്തിന് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്താണ് നമ്മൾ ഈ അവലൂസ് പൊടി വറുക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടുള്ളൊരു പണിയാണ് അവലൂസ് പൊടി വറുക്കുക എന്ന് പറയുന്നത്. കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് പാകത്തിനൊക്കെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ഈ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇത് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ തേങ്ങയും എള്ളും ജീരകവും എല്ലാം കൂടെ നമുക്ക് അരിപ്പൊടിയിലോട്ട് ഇടാം. ആദ്യം അതൊന്ന് തിരുമിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുത്ത് ഒരു പുട്ടിനൊക്കെ നനയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് നനച്ചെടുക്കണം. ആദ്യം നമ്മൾ ഈ തേങ്ങ കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഈ പൊടി നനയ്ക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം ഒരുപാട് കോരി ഒഴിക്കാൻ പാടില്ല ഇതിനകത്ത്. ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയെടുത്ത് ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ രുചിയൊക്കെ ആയിരിക്കും. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ അരിപ്പൊടിയിലേക്ക് നമ്മൾ തിരുമ്മി വെച്ച തേങ്ങ, ജീരകം, എള്ള്, കുറച്ച് കറിവേപ്പില, ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയുടെ നനവ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് പൊടിക്കൊക്കെ ഒരു നനവ് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം വെള്ളം വീതം തളിച്ചു കൊടുത്ത് പയ്യെ അതിനെ ഒരു പുട്ടുപരുവത്തിലാക്കി എടുക്കണം. എടുത്തു വെച്ച അരിപ്പൊടി നമ്മൾ ഇതുപോലെ പുട്ടിനെന്ന പരുവത്തിന് നനച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം കോരി തളിക്കാതെ പയ്യെ വെള്ളം കുടഞ്ഞു വേണം ഇത് നനച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ കട്ടയാകും. അത് പിന്നെ നമ്മൾ വറുത്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. ആ ബോളായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് മൂത്ത് വരാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. നമ്മൾ പൊടി ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടോ, നനഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നനയുകയും ചെയ്യണം, എന്നാൽ ഒരുപാട് നനഞ്ഞു പോകാനും പാടില്ല. ഇത് ഈ അവലൂസ് പൊടിക്കൊക്കെ നനയ്ക്കാനും അത് വറക്കാനും ഒക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും ആർക്കും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ചെയ്ത് ഞാനും അങ്ങനെ തന്നെ ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കിയാണ് നമ്മളിത് പഠിച്ചെടുത്തേക്കുന്നത്. അപ്പം ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലേ നമ്മൾ കടയിൽ പോയി പൈസ കൊടുത്ത് വലിയ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ സമയമൊക്കെ എടുത്ത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ അവലൂസ് പൊടി വറുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വലിയ കട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മൂത്ത് വരാനായിട്ട് ഇച്ചിരി സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വലിയ കട്ടയൊക്കെ ഉണ്ട് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മി ആ കട്ടയൊക്കെ ഉടച്ച് മാറ്റണം. അപ്പോൾ ഇനിയത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ അതവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പൊടിയല്ലേ ഉള്ളൂ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഉരുളിയൊക്കെ എടുത്ത് വെച്ച് വറുക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പിലാക്കിയിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറു തീയിലിട്ട് കൈ വിടാതെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇടയ്ക്ക് ഞാൻ അതിൻ്റെ പരുവമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഉരുളി അടുപ്പിൽ വയ്ക്കാം. അടുപ്പ് കത്തിച്ച് നമ്മൾ ഉരുളി ചൂടായി കഴിഞ്ഞപ്പോൾ ഉരുളിയിലേക്ക് നമ്മുടെ അവലൂസ് പൊടിയുടെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലത്തെ ഒരു കണ്ണാപ്പ തവിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി ചേർത്ത് ഇളക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കട്ട വല്ലതും ഉണ്ടെങ്കിൽ അതിങ്ങനെ ഈ തവി കൊണ്ടിങ്ങനെ തുടക്കത്തിൽ നമുക്ക് ഈ തവി കൊണ്ടിങ്ങനെ ഇത് ഉടച്ചുടച്ച് മാറ്റാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ബോളായിട്ട് കിടക്കും. വലിയ വലിയ ബോളുണ്ടെങ്കിൽ അത് മുരിഞ്ഞ് വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. കാണുന്ന ഇത്രയും ഉണ്ടെന്ന് നമുക്ക് തോന്നും, കുറച്ചുണ്ട്, മുക്കാൽ പാത്രത്തോളം ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പകുതിയോളമൊക്കെ കാണുള്ളൂ. ഇത് പോകെ പോകെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഇപ്പം നമ്മൾ ഇട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ തീ ആദ്യമൊക്കെ ഞാൻ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ അവലൂസ് പൊടി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. അവലൂസ് പൊടി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എൻ്റെ അമ്മയെ ഈ സമയം ഓർത്തു പോകും. അമ്മ ഇപ്പം ഞങ്ങളോട് കൂടെ ഇല്ല. അപ്പം അമ്മ എപ്പോഴും ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമായിരുന്നു ഈ അവലൂസ് പൊടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാനും ഇതൊക്കെ പഠിച്ചത്. അമ്മയിൽ നിന്നാണ് ഞാനും ഇതൊക്കെ പഠിച്ചത്. അതൊക്കെ നമുക്കൊരു പാഠമായിട്ട് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കൂട്ടത്തിൽ അതൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയൊന്ന് കുറച്ചൊന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പൊടി ഏകദേശമൊക്കെ ആവിയൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കറിവേപ്പിലയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ് അടിക്കുന്നത്. അവലൂസ് പൊടിയുടെ ആ ഒരു മണം നമുക്ക് ഇപ്പം തന്നെ കിട്ടിത്തുടങ്ങും. കുറച്ച് നല്ലവണ്ണം ക്ഷമ വേണ്ട ഒരു പരിപാടിയായത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് മൂത്തിട്ടൊക്കെ കാണാം. കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കിലുകില് പോലെ പൊടി മുരിയുന്ന ആ ഒരു സൗണ്ടും കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. മൂത്ത മണവും ഒക്കെ നമുക്ക് വരും. ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം. നമ്മുടെ അരിപ്പൊടിയുടെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതേ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് ആ ഒരു കിലുകില സൗണ്ട്, അതായത് പൊടിയെല്ലാം ചൂടായി കഴിയുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മുടെ കൈയുടെ ഷോൾഡർ ഇച്ചിരി നല്ലവണ്ണം വേദന എടുക്കും. ഇല്ലെങ്കിൽ ഒരു 2 പേര് വേണം അവലൂസ് പൊടി ഉണ്ടാക്കാൻ. ഒരാൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യം ഇച്ചിരി കഷ്ടപ്പെട്ടാലല്ലേ ഒരു ഫലം ഉണ്ടാവുള്ളൂ. ഏകദേശമൊക്കെ ആയി വരുന്നത്. ഇനി കൈവിടാതെ ഇളക്കണം, അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ ഇട്ട പൊടിയിൽ നിന്നും കുറേ താഴെയായി പൊടി. ചൂടായി കഴിഞ്ഞപ്പോൾ പൊടിയെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടിയുടെ അളവൊക്കെ കുറഞ്ഞു. ഇനി നമുക്ക് ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടൊക്കെ കാണാം. ഫൈനലി നമ്മുടെ അവലൂസ് പൊടി ഏകദേശം ആകാനായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അരിപ്പൊടിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് ആയി വരുന്നുണ്ട്. ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കണം. ഒരു അരമണിക്കൂർ കൂടുതലായി ഞാനിത് വറുക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സമയം പിടിക്കും. അപ്പോൾ തീ ഇങ്ങനെ മീഡിയം ടു ലോ ആ ഒരു കണക്കിൽ വേണം. ആദ്യമൊക്കെ ഇച്ചിരി മീഡിയം തീ ഇടാം. പിന്നെ പൊടി മൂത്ത് വരുന്ന അനുസരിച്ച് നമ്മൾ ലോ ആയി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം. ഏകദേശം ആകാനായിട്ടുണ്ട്. അപ്പം നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പണി നടക്കത്തില്ല. അതുകൊണ്ട് ഇനി അത് എടുത്തിട്ടൊക്കെ കാണാം. നല്ല മണമാണ്. കറിവേപ്പിലയും ജീരകവും ഒക്കെ മുരിഞ്ഞതിൻ്റെ ആ ഒരു മണം ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ആകാനുണ്ട്. ഇച്ചിരി കൂടെ കളറായിട്ട് നമുക്ക് പാത്രത്തിലെടുത്തിട്ട് കാണാം. അവസാനം നമ്മുടെ അവലൂസ് പൊടി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. അരമണിക്കൂർ കൂടുതലെടുത്ത് ഇത് ഞാനൊന്ന് വറുത്തെടുക്കാനായിട്ട്. കുറച്ച് കഷ്ടപ്പാടുള്ളൊരു പണിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ കഷ്ടപ്പാടിൻ്റെ അവസാനം നമുക്ക് നല്ലൊരു ഫലം ഉണ്ടാകും. ഇനി ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ആയിട്ട് കുട്ടികൾക്കിത് പഞ്ചസാരയൊക്കെ ഇട്ട് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റും. നമുക്കും കഴിക്കാൻ പറ്റും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം
നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ലൈക്കും സപ്പോർട്ടും എല്ലാം നമ്മുടെ ഈ പണ്ടുകാലം തൊട്ടേ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവലൂസ് പൊടിക്കിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.